പ്രിയ ഒരു 2 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായത് ഓർമ്മയുണ്ടാവുമല്ലോ. ഈ ചൈനയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ഫംഗസ്, അത് ഈ ജൈവ ആയുധം എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയിലോട്ട് കടത്തിക്കൊണ്ടുവന്ന് അവിടെ ഒരു ജൈവ തീവ്രവാദത്തിൽ ശ്രമിച്ചു എന്നായിരുന്നു അന്ന് വാർത്ത വന്നു. 2 ചൈനക്കാരെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം ഇപ്പം മാതൃഭൂമി.com പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അമേരിക്കൻ പൊളിറ്റിക്കൽ അനലിസ്റ്റ് ആയിട്ടുള്ള ഗോർഡൻ ജി ചാങ്, എനിക്ക് തോന്നുന്നു ചൈനീസ് സ്വദേശിയാണെന്ന് തോന്നുകയാണ്. അയാൾ പറയുന്നത് ഇതൊരു യുദ്ധക്കുറ്റമായിട്ട് കണക്കാക്കണം. ചൈനയുടെ ഈ നടപടി ഈ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു ഏർപ്പാടാണ് ചൈന ചെയ്തത്. ഒരു യുദ്ധക്കുറ്റമായിട്ട് കണക്കാക്കണം. കോവിഡിനേക്കാൾ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു വലിയൊരു ആ രീതിയിലുള്ളൊരു വലിയൊരു സംഗതിയാണോ ഇത്? തീർച്ചയായും അങ്ങനെ കണക്കാക്കേണ്ടതാണ്. കാരണം ഒരു നശീകരണ സ്വഭാവമുള്ള രാജ്യമാണ് ചൈന. ലോകത്ത് എന്ത് നശിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് വിജയിക്കണം എന്നുള്ളതാണ്. 2 തരത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ഒന്നുകിൽ എല്ലാവരേക്കാൾ മുന്നിലെത്തണം, ഓടി മുന്നിലെത്തണം കരുത്തുകൊണ്ട്. 2 കൂടെയുള്ളവരെ മൊത്തം വെടിവെച്ചിട്ടിട്ടോ ചതിച്ച് താഴെയിട്ടിട്ടോ നമുക്ക് ജയിക്കാൻ കഴിയും. അനായാസം, വലിയ പ്രയത്നമൊന്നും അതിന് വേണ്ടല്ലോ. ആ ഒരു രീതിയിൽ മുന്നേറുന്ന ഒരു രാജ്യമാണ് ചൈന. സാമാന്യ ഗതിക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകുന്നതാണ്, തങ്ങളുടെ രാജ്യത്തെ വൃദ്ധരായ ജനങ്ങൾ തങ്ങൾക്ക് ബാധ്യതയാണ് എന്ന് കണ്ട് കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസിനെ ലാബിൽ നിർമ്മിച്ച് അതിനെ പുറത്തുവിട്ട് അവിടുത്തെ വൃദ്ധരായ ജനങ്ങളെ മുഴുവൻ, അല്ലെങ്കിൽ ദുർബലരായ മനുഷ്യരെ മുഴുവൻ കൊന്നുകളയാൻ പദ്ധതിയിട്ട രാജ്യമാണ് ചൈന. അതാണ് ഏറ്റവും വലിയ അവർക്ക് നേരെയുള്ള ആരോപണം. ഈ വുഹാനിലെ ലാബിൽ ഇത് നിർമ്മിച്ചെടുത്തതാണ് എന്നാണ് പറയുന്നത്. ഇപ്പം നിപ്പ പോലുള്ള വൈറസ് പല സ്ഥലങ്ങളിലും ഉണ്ടാവും, പല രാജ്യങ്ങളിലും ഉണ്ടാവും. പക്ഷേ ഈ കോവിഡ് എന്ന് പറയുന്ന വൈറസ് ഒറ്റ സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ചതാണ്. അവിടുന്ന് ഈ സംക്രമണ രോഗമായിട്ട് പടർന്നതാണിത്, അല്ലാതെ പല സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതല്ല. ഇവിടെ എപ്പോഴാണ് ഈ പറയുന്ന വൈറസ് ബാധിച്ചത്? ഇവിടെ ബാധിക്കുന്നത് അവിടെ നിന്ന് ഇവിടെ ഒരാൾ വന്നു, അപ്പോഴാണ് ഇവിടെ പടർന്നത്. അല്ലാതെ ഒരിക്കലും ഈ പറയുന്ന കോവിഡ് വൈറസ്, കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഒരു ജീവികളിൽ നിന്നും ഉണ്ടായതല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതാണ്. ഇപ്പം നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ചൈന നിർമ്മിച്ച ഈ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഒറ്റക്കുട്ടി സമ്പ്രദായമൊക്കെ കൊണ്ട് അവരുടെ പോപ്പുലേഷൻ മൊത്തം വൃദ്ധരായിട്ട് മാറി, യുവാക്കളുടെ എണ്ണം കുറഞ്ഞു. അപ്പം ഈ വൃദ്ധർ ബാധ്യതയും കൂടെയാണ് എന്നുള്ളത് കൊണ്ട് ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ വൃദ്ധരെ മുഴുവൻ കൊന്നൊടുക്കണം. അതെങ്ങനെ കൊന്നൊടുക്കും? പിടിച്ചുകൊണ്ട് കൊല്ലാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുമവർ. അങ്ങനെ ചെയ്യാനുള്ള സാധ്യത എല്ലാം ഉള്ള ഒരു രാജ്യമാണ് ചൈന. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവരിങ്ങനെയൊരു നയമാണ് സ്വീകരിച്ചത്. അപ്പോൾ രണ്ടാമത് നമുക്ക് ഇതിലേക്ക് വന്നാൽ എന്ത് മനസ്സിലാക്കാം? അങ്ങനെ അവരുടെ പോപ്പുലേഷനെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് തീരുമാനിച്ച രാജ്യം നിലവിൽ നമ്പർ 1 ആയിരിക്കുന്ന രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? അവരുടെ സമ്പദ് വ്യവസ്ഥ തകർക്കണം. മത്സരിച്ച് ജയിക്കാൻ കഴിയില്ലെങ്കിൽ ചതിച്ച് തകർക്കണം. അതാണ് ചൈന ലക്ഷ്യം വെച്ചിട്ടുള്ള. ഇന്ത്യ ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത സൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് അമേരിക്കയോട് ചെയ്യാൻ ധൈര്യപ്പെട്ട ചൈന ഉറപ്പായിട്ട് ഇന്ത്യയിലെ വിളകൾക്ക് നേരെ ആക്രമണം നടത്തിയേക്കാം. ഇല്ല, അമേരിക്കക്ക് ഇത് സംബന്ധിച്ചൊരു മുന്നനുഭവം ഉള്ളതായിട്ട് പറയുന്നുണ്ട്. 2020 അമേരിക്കയിലെ 50ഓളം സ്ഥലങ്ങളിൽ കൊറിയർ മാർഗം, അതായത് നമ്മൾ ആവശ്യപ്പെടാത്ത സംഗതി, വിത്തുകൾ ആവശ്യപ്പെട്ട് കൊടുക്കുന്ന കൊറിയറിൽ ബോണസായിട്ട് ഇത്തരം സാധനങ്ങൾ, അതായത് കാർഷിക വിളകൾക്കൊപ്പം വളർന്ന് അതിനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾക്ക് കാരണമാകുന്ന സംഗതികളായിട്ട് മാറുക, അത്തരത്തിലുള്ള വിത്തുകൾ കൊറിയർ മാർഗം എത്തപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ചൈനയുമായിട്ടുള്ള എല്ലാത്തരം ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും വേണ്ടി വരുമല്ലോ. ചൈന പോലൊരു രാജ്യമായിട്ട് എന്തിനാണ് മറ്റു രാജ്യങ്ങൾ ബന്ധപ്പെടേണ്ടത്? ചൈന എന്നെ തകരേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. ചൈന തകർന്നിട്ട് അവിടെ ജനാധിപത്യം വന്ന് ഈ ടിബറ്റ് അടക്കമുള്ള രാജ്യങ്ങൾ സ്വതന്ത്രമാകേണ്ടതല്ലേ? ടിബറ്റ് ചൈനയായിട്ട് യാതൊരു ബന്ധമുള്ള സ്ഥലമല്ലല്ലോ. അവിടുത്തെ മനുഷ്യർ സ്വതന്ത്രമാകേണ്ടത്. അങ്ങനെ ചൈനയിലെ ഏതാണ്ട് 10-60 പീസുകളായിട്ട് മാറേണ്ട ഒരു രാജ്യമാണ് ചൈന എന്നുള്ളതാണ് ലോകത്തെ ഈ പറയുന്ന രാഷ്ട്രീയമായിട്ട് ഇതെല്ലാം നോക്കിക്കാണുന്ന അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. കാരണം ചൈന ഒരു ഏകദേശീയത ഉള്ള ഒരു രാജ്യമല്ല, ഏകാധിപത്യ ലൈനാണ്. ആ ഏകാധിപത്യമാണല്ലോ, പൂർണ്ണമായിട്ടൊരു ഏകാധിപതിയാണ് ഷീ ജിൻപിങ് എന്ന് പറയുന്നത്. അതും ഒരു നശീകരണ സ്വഭാവമുള്ള വ്യക്തി, കൂടെയുള്ള ആരെയും കൊന്നുകളയുന്ന, എന്തിനും മടിക്കാത്ത കിം ജോങ് ഉന്നിൻ്റെ അതേ സ്വഭാവമാണ് ഷീ ജിൻപിങ്ങിനും ഉള്ളത്. അവരങ്ങനെയാണ് ചൈനയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. വലിയ കറപ്റ്റും കൂടിയാണ്, അയാൾ വലിയ അഴിമതിക്കാരനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചൈന എന്ന് പറയുന്ന രാജ്യം ലോകത്തിൻ്റെ ഏത് സമ്പദ് വ്യവസ്ഥയും തകർക്കാൻ അവർ ശ്രമിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ അവർ അയക്കുമ്പോൾ അതിൻ്റെ ലെഡിൻ്റെ അംശം കൂടുതലാണ്. ഇത് കടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങളുണ്ടാവാം, ഇവർ ഈ പറയുന്ന ബുദ്ധിമാന്ദ്യം സംഭവിക്കാം, ബുദ്ധിക്ക് തകരാറുണ്ടാവാം. അങ്ങനെ
വലിയ മാരകമായിട്ടുള്ള രോഗങ്ങളിലേക്ക് നയിക്കുക. അതോ ചൈനീസ് മെയ്ഡ് ഇൻ ചൈന ഇന്ത്യ ബഹിഷ്കരിക്കുന്നതിന് കാര്യം ഇന്ത്യയുടെ ആഹ്വാനം ഇന്ത്യ ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ മെയ്ഡ് ഇൻ ചൈന നമ്മൾ ഉപേക്ഷിക്കുകയാണ്. ഞാനൊക്കെ എന്താ ചെയ്യുന്നത്, ദീപാവലിക്ക് ഒറ്റ സാധനം മെയ്ഡ് ഇൻ ചൈന ആണെങ്കിൽ വാങ്ങിക്കില്ല. ലോക്കലി ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട്, അത് വാങ്ങിക്കുക എന്നുള്ളതാണ് ദീപാവലിക്കൊക്കെ ഞാനൊക്കെ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ അപകടം പിടിച്ചതാണ്. ഈ വെടിമരുന്നിന് പകരം പല രാസവസ്തുക്കൾ അവർ ചേർക്കുന്ന ഈ കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അന്തരീക്ഷ മലിനീകരണം മാത്രമല്ല, അന്തരീക്ഷത്തിന് മൊത്തം ദോഷം ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്താൽ ചൈനീസ് പെസ്റ്റിസൈഡുകൾ അതൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ മതി. അത് ഉപയോഗിക്കാതെ കീടനശിക്കില്ല. അങ്ങനെയുള്ള ചതിക്കുഴികൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്ന. എന്ത് നിർമ്മിക്കുന്നതിലും ഒരു ദുഷ്ടബുദ്ധി അവരുടെ ശിരസിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അത് സദാ അങ്ങനെയുള്ള ഒരു രാജ്യമാണ്. പാകിസ്ഥാൻ ഈ പറയുന്ന അക്രമി രാഷ്ട്രമാണെങ്കിൽ, ഈ പറയുന്ന ഈ ക്രിമി രാജ്യമാണ്, തീവ്രവാദത്തിൻ്റെ സ്വഭാവമാണ്. ഈ ചൈന എന്ന് പറയുന്ന കുബുദ്ധിയുടെ രാജ്യമാണ്. ലോകത്തിൻ്റെ എന്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന, എന്തിനെ നശിപ്പിക്കുന്ന, ഏത് നന്മയെയും മുളയിലെ കരിച്ചു കളയുന്ന ഒരു കുരുട്ട രാജ്യം എന്ന് പറയുന്ന സ്വഭാവമുള്ള രാജ്യമാണ്. അത് അമേരിക്കയുടെ കാർഷിക വ്യവസ്ഥയെ അപ്പാടെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യുന്ന നമ്മൾ പാകിസ്ഥാനോട് എന്താ ചെയ്തത്? നമ്മുടെ രാജ്യത്തിനകത്ത് കയറി മതം ചോദിച്ച് മുസ്ലിങ്ങളെ തിരഞ്ഞു പിടിച്ച് കൊന്നപ്പോൾ നമ്മളെന്താ ചെയ്തത്? അവരുമായിട്ടുള്ള സമ്പൂർണ്ണമായി ഒരു ബന്ധവും ഇനിയില്ല. വെള്ളം പോലും കൊടുക്കില്ല, ഒറ്റ വെള്ളവും കൊടുക്കില്ല, ഒരു കാര്യം ചെയ്യില്ല, എല്ലാ കരാറുകളും റദ്ദാക്കി നമ്മൾ എത്തിക്കുക. അതേപോലെ അമേരിക്കയ്ക്ക് ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ പരമാധികാരം, അവരുടെ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്ക്, അവരുടെ ജനാധിപത്യം, അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ഇതെല്ലാം തകർക്കാൻ പോകുന്ന ഒരു വൈറസുമായിട്ട് അവിടെ ചെന്നിറങ്ങുക. ഒരുത്തൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? എന്താ ആലോചിച്ച് നോക്കുക. അല്ല, ഇത് ഈ വന്ന ആൾ ചില്ലറക്കാരനുമല്ല, അയാൾ ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനും കൂടിയാണ്. അപ്പോൾ കൃത്യമായും ഭരണകൂടത്തിൻ്റെ ഗൂഢാലോചന അവർ സംശയിച്ചാൽ അവരെ തെറ്റു പറയാനൊക്കില്ല. ഇല്ല, അതെ, കമ്മ്യൂണിസ്റ്റുകാരനും കൂടെ ഇല്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവം അതാണല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാലത്തും നശീകരണ സ്വഭാവമുള്ള ആൾക്കാരാണ്. ഇത്തരത്തിൽ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. സ്വയം വിജയിക്കില്ലല്ലോ. അതായത് നമ്മൾ അധ്വാനിച്ച് നമ്മളുടെ രീതിയിൽ മുന്നോട്ട് പോയി നമുക്ക് സമ്പത്തുണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന സിദ്ധാന്തം. മുതലാളിയുടെ കഴുത്ത് വെട്ടി അവൻ്റെ സമ്പത്ത് പിടിച്ചെടുത്ത് അവൻ അധ്വാനിച്ചുണ്ടാക്കിയതിനെ എല്ലായിടത്തും വിതരണം ചെയ്ത് അവൻ വലിയ പ്രമാണിയാവുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകളുടെ വ്യാജ നിർമ്മിതിയാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും വലിയ വ്യാജ നിർമ്മിതിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് നിസ്സാരമായിട്ട് പറയാം, അത് കമ്മ്യൂണിസമാണ്. ആ കമ്മ്യൂണിസം ഇവിടെ ഒരിടത്ത് മാത്രമല്ല, ലോകത്തെല്ലായിടത്തും പ്രവർത്തിക്കുന്ന ഇതേ സ്വഭാവത്തിലാണ് എന്നുള്ളത് വെറുതെ ആലോചിച്ചാൽ മതി മനസ്സിലാകുന്ന കാര്യമാണ്.